ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോടതിയിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്രാവശ്യം വെയർ ചെയ്ത ഡ്രസ്സ്. ഇതൊരു സാരി ഗൗണാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യുക, അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുള്ളാവും. ഓണത്തിന് സാരി ഉടുക്കാനൊക്കെ അറിയാണ്ട് കഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാലൊരു ഉപകാരപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്കിതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇക്കയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തന്നത്. ഞാൻ മോഡൽ കാണിച്ചു കൊടുത്തു, അപ്പോൾ ആൾ അതിനനുസരിച്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു. ഫിഷ് കട്ടാണ് ഇതിന് വരുന്നത്. ഞാനത് ഇത്തിരി ലൂസിൽ തയ്ക്കാൻ പറഞ്ഞപ്പോൾ ആൾ അതിനനുസരിച്ച് ചെയ്ത് തന്നു. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ധാവണിക്ക് ഒരു 2.5 മീറ്റർ ഷോൾ വേറെ വേണ്ടി വരും കേട്ടോ. ഈ ഷോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സിനോട് ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാലും മതി. ഞാനിവിടെ പിൻ ചെയ്യാണ് ചെയ്തത്. ഒരു 2 സേഫ്റ്റി പിന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ടെൻഷനും അടിക്കേണ്ട, നല്ല രീതിയിൽ അവിടെ സേഫായിട്ട് ഇരുന്നോളും. സാരി ഉടുത്ത് നടക്കാൻ ടെൻഷനുള്ള ആൾക്കാർക്കും സാരി ഉടുത്ത് ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഷോൾ വേണമെങ്കിൽ നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പിൻ ചെയ്യാണ് കേട്ടോ ചെയ്തത്. 2 സൂചി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് അവിടെ ഇരുന്നോളും. അതെടുത്ത് നമ്മൾ സാധാരണ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ എടുത്ത് സൈഡിൽ ഷോൾഡറിൽ കുത്തുക, അല്ലെങ്കിൽ വൺ സൈഡ് ഇടുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാരിയുടെ ലുക്ക് തന്നെയാണ് കേട്ടോ കിട്ടുക. എനിക്കിപ്പോൾ ഇത്തിരി വയറൊക്കെ ഉള്ള കാരണമാണ് അവിടെ ഇങ്ങനെ വീർത്ത് ഒരു ബോറ പോലെ നിൽക്കുന്നത്. സ്ലിമ്മായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല ഭംഗിയിൽ അത് കിടന്നോളും. വീഡിയോ കണ്ടിട്ട് ഗർഭിണിയാണോ എന്നൊന്നും ആരും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതെൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ വയറ് പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെയാണ്. ഞാൻ എപ്പോഴും നിത്യഗർഭിണിയാണ്. അതെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഇത് ചോദിക്കുന്നവരോട്. അപ്പോൾ 2 തരത്തിൽ വേണമെങ്കിലും 1 ലെയറായിട്ടോ പ്ലീറ്റ് എടുത്ത് കുത്തിയിട്ടോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല വൃത്തിക്ക് കിടന്നോളും. സൈഡിൽ നമ്മളെ വയറ് കാണുമെന്നുള്ള ടെൻഷനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ സാരി അഴിഞ്ഞ് അങ്ങനെയുള്ള ടെൻഷനൊന്നും നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്നത്തെ സെലിബ്രേഷന് ഞാനിങ്ങനെ പ്ലീറ്റ് എടുത്ത് ഷോൾഡറിൽ പിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ സാരി ഉടുക്കാൻ ടെൻഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ സാരി ഉടുക്കൽ കഴിഞ്ഞത്. അധികം സമയവും വേണ്ട, സമയ ലാഭമാണ്. നല്ല ഭംഗിയിൽ സാരി ഉടുത്തതിനേക്കാൾ നല്ല വൃത്തിയിൽ സംഭവം കെടുക്കുകയും ചെയ്യും. ഒരു സൈഡിലും നമുക്ക് വയറ് കാണുമെന്നുള്ളൊരു ടെൻഷനും വേണ്ട, ഈ സൈഡിലും കാണത്തില്ല. ഇപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്ത് സാരി അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടെൻഷനോ അതൊന്നും നമുക്ക് വേണ്ട. ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ട്, ഇപ്പോൾ ഫിഷ് കട്ടാവുമ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ലൂസിൽ തയ്പ്പിച്ച കാരണമാണ് കേട്ടോ കുറച്ച്. അപ്പോൾ ഇത്തിരി നല്ല രീതിയിൽ ഫിഷ് കട്ട് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അതിന് ഭംഗി കിട്ടും. എനിക്ക് ഡാൻസ് ചെയ്യേണ്ട ആവശ്യമുള്ള കാരണമാണ് കുറച്ച് ലൂസായിട്ട് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഒരു ബോറും എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് ലൂസായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഡാൻസ് ആണെങ്കിലും മറ്റെന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ ഒരു ടെൻഷനോ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്ലേറ്റ് എടുക്കാൻ കുറച്ചധികം തുണിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗൗണും 6-6.5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഗൗണും ഷോളും നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പല രീതിയിൽ കറങ്ങി കാണിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്തത്. കൈ പൊക്കുമ്പോഴാണെങ്കിലും ചാടുമ്പോഴാണെങ്കിലും ഓടുമ്പോഴാണെങ്കിലും തിരിയുമ്പോഴാണെങ്കിലും ഒന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല സിമ്പിളായിട്ട് സാരിയുടെ ലുക്ക് കിട്ടുകയും ചെയ്യും. നല്ല രീതിക്ക് ടെൻഷനില്ലാണ്ട് നടക്കാനും പറ്റും.